എറണാകുളം ബസേലിക്കയിൽ കടുത്ത കോടതി ഇലക്ഷൻ നടപടികൾ തുടരുകയാണ്. ബസേലിക്കയിൽ കുർബാന ചൊല്ലാൻ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കെ വീണ്ടും അവിടെ കുർബാന ചൊല്ലാൻ അനധികൃത നിർമ്മാണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ബസേലിക്കയിൽ കുർബാന ഒരു പരിസരത്തും പാടില്ല എന്ന കോടതി വിധി നിലനിൽക്കെ ആ കോടതി വിധി നടപ്പാക്കാനാണ് വിശ്വാസികളും പ്രാർത്ഥനാ സമരം ബസേലിക്കയിൽ തുടരുന്നത്. എന്നാൽ അച്ഛന്മാർക്ക് പട്ടം നൽകൽ ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബസേലിക്കയിൽ പന്തൽ കെട്ടുന്നത്. അതിനിടെ മെത്രാന്മാർ ഇടപെട്ട് കുർബാനയും ചൊല്ലുമെന്ന് ഉറപ്പ്. അത് കോടതി വിധിക്ക് എതിരുമാണ്. തിങ്കളാഴ്ച ബസേലിക്കയിൽ ചടങ്ങ് നടത്താൻ പന്തൽ കെട്ടാൻ വന്നെങ്കിലും പോലീസ് ഇടപെട്ട് തടഞ്ഞു വച്ചിരുന്നു. എന്നാൽ വീണ്ടും മേജർ ബിഷപ്പ് റാഫേൽ തട്ടിലും മാർ പംപ്ലാനിയും ഇടപെട്ട് ബസേലിക്ക വളപ്പിൽ തന്നെ പട്ടം കൈമാറ്റ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. കനത്ത പോലീസ് കാവലിലാണ് ഇപ്പോൾ പന്തൽ നിർമ്മാണം. മെത്രാൻ ഉള്ളപ്പോൾ മാത്രമേ പള്ളി കത്തീഡ്രലാകൂ ആയതിനാൽ മെത്രാന്റെ അസാന്നിധ്യത്തിൽ കത്തീഡ്രൽ വെറും പള്ളി മാത്രമായിരിക്കും എന്ന ആ ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് പാംപ്ലാനിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. അതുകൊണ്ട് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന നിബന്ധന മറികടന്ന് വിമത പാതിരിമാർക്ക് ജനാഭിമുഖം ചൊല്ലാൻ അവസരമൊരുക്കുകയായിരുന്നു പാംപ്ലാനിയുടെ തന്ത്രം. അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഈ ഒരു പന്തൽ പണിയും. ബസേലിക്കയിലെ വിശ്വാസികളെ കബളിപ്പിക്കാൻ തൻ്റെ ജന്മദിനമാണെന്ന വ്യാജേന കത്തീഡ്രലിൽ പാംപ്ലാനി ഏകീകൃത കുർബാനയും അർപ്പിച്ച് കയ്യടി നേടിയിരുന്നു. പക്ഷേ ഇതിനൊക്കെ വിമതർ കൂട്ടാണെന്ന് പിന്നീടാണ് വിശ്വാസികൾക്ക് മനസ്സിലായതും അവർ വിശ്വാസ സമരം ആരംഭിച്ചതും. എങ്കിലും ബസേലിക്കയിൽ തന്നെ പട്ടം നൽകൽ ചടങ്ങുകൾ നടക്കുമെന്നും അവിടെ കുർബാന ചൊല്ലുമെന്നുമുള്ള കടുത്ത പിടിവാശിയിലാണ് പാംപ്ലാനിയും മാർ റാഫേൽ ബിഷപ്പും.